episode 2 of my total expense for relocating to Dubai. ഞാൻ മുന്നേ ബെഡ് സ്പേസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആ വീഡിയോയിൽ കമൻസിൽ ഫുള്ള് ഞാൻ എന്തോ ബെഡ് സ്പേസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെ നാട്ടിൽ ഹോസ്റ്റലിൽ നിന്ന് പരിചയമില്ലാണ്ട് ഡയറക്റ്റായിട്ട് ഇവിടെ വന്നിട്ട് ബെഡ് സ്പേസിലേക്ക് പോയിട്ട് നിന്നാൽ ഇറ്റ് വോണ്ട് ബി ഈസി ഫോർ ദാറ്റ് പേഴ്സൺ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് അഫോർഡബിൾ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബെഡ് സ്പേസ് തന്നെയാണ്. അത് മാത്രമല്ല ഇവിടെ ബെഡ് സ്പേസസിൽ നിങ്ങൾക്ക് പ്രീമിയം ആയിട്ടും അതായത് എക്സിക്യൂട്ടീവ് ബെഡ് സ്പേസസ് അങ്ങനെയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ബെറ്റർ സ്ഥലങ്ങളും കിട്ടാവുന്നതാണ്. സോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് നിൽക്കാനാണ് നോക്കുന്നതെങ്കിൽ ഐ വുഡ് സേ ഗോ ഫോർ ബെഡ് സ്പേസ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് എക്സ്പെൻസ് വിസയാണ്, അത് കഴിഞ്ഞാൽ ടിക്കറ്റ്. സോ തേർഡ് വൺ ഇസ് ഡെഫിനറ്റ്ലി അക്കോമഡേഷൻ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഈ ബെഡ് സ്പേസ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രൈസ് റേഞ്ച് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് 600 തൊട്ടാണ്. എനിക്കറിയുന്ന ഒരു നോളജിൽ ഒരു ബേസിക് ബെഡ് സ്പേസ് ഒക്കെ 600 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. കുറച്ചും കൂടെ പ്രീമിയം ആകുമ്പോൾ ഒരു 800-900 റേഞ്ചിലേക്ക് എത്തും.